കർക്കടക മാസത്തിലെ തിമിർത്തു പെയ്യുന്ന മഴയോടൊപ്പം രോഗങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കുമ്പോൾ ആശ്വാസവുമായി ഉത്തര മലബാറിലെ വീടുകളിൽ വേടൻ തെയ്യം എത്തിത്തുടങ്ങി. ആധിവ്യാധികൾ അകറ്റി ഐശ്വര്യപൂർണമായ ചിങ്ങത്തെ വരവേൽക്കാനാണ് വേടൻ തെയ്യം വീടുകളിലെത്തുന്നത്. കർക്കടകം 16 വരെ വേടൻ തെയ്യവും അതിനുശേഷം ആടിത്തെയ്യവുമാണ് വീടുകളിലേക്ക് എത്തുക. മുഖത്തെഴുതി ആടയാഭരണങ്ങൾ അണിഞ്ഞ് വേടൻ പുറപ്പെടുകയാണ്. നാടിനും നാട്ടാർക്കും ബാധിച്ച ആദിയും വ്യാധിയും അകറ്റാൻ വീടുകളിലെത്തുന്ന വേടനെ വിളക്കുവെച്ച് പറയിൽ അരി നിറച്ചു വെച്ച് സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പിടിയൊഴിക, ഇവിടെ വാഴിക, ഇവിടുത്തെ സന്തതി നോക്കൊഴിക, കന്നുകാലികൾ പൈതങ്ങളേറ്റം വാഴിക. കിണ്ണത്തിൽ കലക്കിയ ഗുരുസി കലക്കി ഉഴിഞ്ഞു മറിക്കുന്നതോടെ വീടും പരിസരവും പരിശുദ്ധമായി എന്നാണ് സങ്കല്പം. തപസ് ചെയ്തിരുന്ന അർജുനനെ പരീക്ഷിക്കാനായി വേടന്റെ രൂപത്തിൽ വന്ന പരമശിവനാണ് പിന്നീട് വേടൻ തെയ്യമായത് എന്നാണ് ഐതിഹ്യം. ആടിവേടൻ എന്ന് പൊതുവേ പറയാറുണ്ടെങ്കിലും വേടൻ മലയ സമുദായക്കാരും ആടി വണ്ണാൻ സമുദായക്കാരുമാണ് കർക്കിടക മാസത്തിൽ കെട്ടിയാടുന്നത്. വേടൻ പരമശിവനും ആദി പാർവതി ദേവിയുമാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെ പാടി സ്തുതിച്ച് നിങ്ങളെ 2 കുരിശിയെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള പനിയും പിന്നെ അങ്ങനെ മാരി അങ്ങനെയുള്ളതായ ഇതിനെല്ലാം ശാന്തത ഉണ്ടാവുമെന്നാണ് ഇതിൻ്റെ ശാസ്ത്രം പറയുന്നത്. ഭാരതയുദ്ധമാണ് ഇതിൻ്റെ കഥ. അതാണ് നാട്ടുവഴികളിലൂടെ കടന്നുവരുന്ന വേടൻ തെയ്യം ഇന്നും നമ്മൾ കൈവിടാത്ത മൂല്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പാരമ്പര്യവും സംസ്കാരവും കൈവിടാതെ അത് ചേർത്ത് പിടിക്കേണ്ടതാണ് എന്നും ഇവർ ഓർമ്മപ്പെടുത്തുന്നു. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ.